ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നാളെ വരാൻ പോണത്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ 6 മാസത്തേക്ക് കല്യാണം കഴിച്ചതിന് കാരണം നീ തന്നെയാണ്. നീയും ഷ്യാമും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. 6 മാസം തടയിടാൻ വേണ്ടി മാത്രം. അപ്പോഴേക്കും എന്റെ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞ് വളരും. 6 മാസം അപ്പോഴേക്കും പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ നീയായിട്ടുള്ള ബന്ധം അത് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം എനിക്ക് ഡിവോഴ്സ് ചെയ്യാനും എളുപ്പമാണ്. അതിനുവേണ്ടി മാത്രമാണ് നിന്നെ 6 മാസത്തെ ആ ഒരു സമയം വെച്ചതെന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ശ്രുതി ഷോക്ക് അടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുവാട്ടോ. അശ്വിൻ ചോദിക്കണ്ട, എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ശ്രുതിയും അവിടെ നിന്ന് ആകെ ഷോക്ക് അടിച്ച പോലെ കുറച്ചിലൂടെ നിൽക്കുകയാണ്. അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രുതി വേറൊരാളെ പോലെയാണ് പെരുമാറുന്നത്. അതെ അമ്മായി, ഞങ്ങളിതേ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകാട്ടോ. ഇപ്പൊ തന്നെയോ? നീയല്ലേ പറഞ്ഞത് ഒരാഴ്ച ഉണ്ടാവുന്ന്. ഇപ്പൊ ഒരു 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അമ്മേ, ദേ അശ്വിൻ സാറിന് പെട്ടെന്ന് ഒരു മീറ്റിംഗ്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണോന്ന്. നാളെ മീറ്റിംഗ് സ്ഥലത്ത് പോയേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുവാണ്. അയ്യോ, അതെന്തൊരു പോക്കാ. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോണ്ട് ഒന്നും ഉണ്ടാക്കി വെക്കാൻ പോലും പറ്റില്ല. അതൊന്നും സാരമില്ലമ്മേ, ഉള്ളതൊക്കെ മതി എന്ന് പറയാണ്. അപ്പൊ ശ്രുതിക്കും അതുപോലെ അശ്വിനുമായിട്ട് കുറച്ച് പലഹാരങ്ങളും കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ അമ്മയും അമ്മായൊക്കെ പൊതിയാട്ടോ. അത് കാണുമ്പോ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഫുഡും കാര്യങ്ങളൊക്കെ പൊതിയണത്? അല്ല, നിങ്ങൾ പെട്ടെന്ന് പോകാണെന്ന് പറഞ്ഞല്ലോ ശ്രുതി. അപ്പൊ എന്തെങ്കിലുമൊക്കെ തന്നു വിടണമല്ലോ മോനെ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. ഞങ്ങള് പോകുവാണെന്നോ ശ്രുതി പറഞ്ഞെന്നോ? അതെ, അവള് പറഞ്ഞു. അശ്വിൻ സാറ് മറന്നുപോയോ? സാറല്ലേ ഇപ്പൊ പറഞ്ഞ അർജന്റ് മീറ്റിംഗ് ഉണ്ട് നാളെ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണോന്നൊക്കെ. ഞാനത് ഇവരോട് പറഞ്ഞു. എന്ത് ചെയ്യാനാ, നിങ്ങളെ വിട്ടുപോണില്ല. അശ്വിൻ സാറിന് ഭയങ്കര വിഷമം എന്നൊക്കെ പറയാണ്. അശ്വിൻ പെട്ടെന്ന് ശ്രുതി എടുത്ത് പറഞ്ഞു, നീ റൂമിലേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതി റൂമിലേക്ക് എത്തുമ്പോ അശ്വിൻ ചോദിക്കണേ, നീ എന്തൊക്കെയാ കാണിക്കണത്? നീ നേരത്തെ പെരുമാറിയ ആളെ പോലെ അല്ലല്ലോ ഇപ്പൊ പെരുമാറണത്. നീ എല്ലാ സംഭവങ്ങളും മറന്നു പോയതാണോ? അത് നീ നന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്താ കാര്യം? ഇത് ആക്ടിംഗ് ഒന്നല്ല സർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിയും വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അമ്മയും കുറെ പലഹാരം സാധനങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തയക്കാട്ടോ. പ്രീതിക്ക് കൊടുക്കണം, അഞ്ജലിക്ക് കൊടുക്കണം, അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട ഗർഭിണികൾ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ പൊതിഞ്ഞു കെട്ടി കൊടുക്കാണ്. അങ്ങനെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അശ്വിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാട്ടോ. സായറാം കുടുംബത്തിലേക്ക് പോവാണ്. പകുതി വഴി എത്തുമ്പോഴേക്കും അശ്വിൻ വണ്ടി നിർത്താൻ ശ്രുതിനെ പിടിച്ച് എഴുന്നേപ്പിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ട, നീ എന്താ നിന്റെ ഉദ്ദേശം? നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വീണ്ടും വണ്ടിയിൽ കയറി വന്നത്? എന്നെ നീ എന്താ പൊട്ടനാക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, ഞാൻ സാറിന് പൊട്ടനാക്കിയതല്ല, അവിടെ നിന്നാ ശരിയാവില്ലെന്ന് തോന്നി. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. നിനക്ക് ഒരു കുഴപ്പമില്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ? നോക്ക്, നീയും നിന്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞ ശ്രുതിയുടെ കയ്യിലുള്ള ഫോട്ടോ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. വലിച്ചെറിയ ഭാഗമൊക്കെ അപ്പോഴാണ് കേട്ടോ. അതിനുശേഷം അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അശ്വിൻ ആ ഒരു ദേഷ്യം മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. ശ്രുതി വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ കരയണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അപ്പൊ അഞ്ജലി ചോദിക്കണ്ടേ, എന്തിനാ ശ്രുതി നീ കരയണത്? വീട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി, ഇല്ല ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അശ്വിൻ സാർ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചത്, പെരുമാറിയത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്ന് പറയാണ്. പിന്നെ നീ എന്താകെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് വന്നതിന്റെ ആ ഒരു വിഷമമാണെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ അശ്വിനെ കാണുന്നില്ല കേട്ടോ. അയ്യോ, ഈ അശ്വിൻ സാർ ഇത് എവിടെ പോയെന്ന് പറഞ്ഞിട്ട് വീടും പരിസരവും ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അശ്വിൻ അവിടെ നിന്ന് കാണുന്നേ ഇല്ല കേട്ടോ. ശ്രുതി ചോദിക്കണ്ട, അഞ്ജലി ചേച്ചി അശ്വിൻ സാറിനെ കണ്ടായിരുന്നോ? ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നിന്നോട് പറയാതെയാണോ അവൻ പോയത്? പറയാതെയോ? എനിക്ക് മനസ്സിലായില്ല. അശ്വിൻ സാർ എവിടെ പോയ കാര്യം ചേച്ചി പറയണത്? കൊള്ളാം, അവൻ ലണ്ടനിലേക്ക് രാവിലെ പോയല്ലോ. ലണ്ടനിലേക്കോ? എന്നോടൊന്നും പറഞ്ഞില്ല. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ ശ്രുതി. ഞാൻ വിചാരിച്ചു നിന്നോട് പറഞ്ഞു കാണുമെന്ന്. ഇവിടെ ബാക്കിയെല്ലാതും പറഞ്ഞിട്ടാ പോയത്. പ്രീതി അടുത്ത് വരെ പറഞ്ഞിട്ട് പോയി. അതെയോ? ചിലപ്പോ ഓർത്തിട്ടുണ്ടാവില്ല എന്ന് പറയണം. നീ വിഷമിക്കേണ്ട ശ്രുതി, അവൻ അങ്ങനെയാണെന്നേ, ചിലപ്പോ ഓർക്കാനിട്ടൊക്കെ ആയിരിക്കും. അല്ല, എത്ര മണിക്കാ സാറിന്റെ ഫ്ലൈറ്റ്? അത് 10:30 തോന്നുന്നു എന്ന് പറയണം. ഇപ്പൊ സമയം 10 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോ നേരത്തെ പോയോ? ഫ്ലൈറ്റ് വന്ന 2 മണിക്കൂർ മുമ്പ് നമ്മളവിടെ എത്തണമല്ലോ ശ്രുതി. കാരണം ഫ്ലൈറ്റ് നേരത്തെ ആവാൻ താമസിച്ചു ആവാലോ, അതുകൊണ്ട് അവൻ നേരത്തെ പോയെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ഞാനൊന്ന് ഫ്ലൈറ്റ് അവിടെ പോയിക്കോട്ടെ, എയർപോർട്ടിലേക്ക് പോയിക്കോട്ടെ. നീ ഇപ്പൊ പോവാനോ? അതെ, പെട്ടെന്ന് പോയിട്ട് വരാം. ഇവിടുന്ന് അരമണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ. ഞാൻ പോകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോവാണെങ്കിൽ, ഇപ്പൊ തന്നെ പോവാണെങ്കിൽ അശ്വിൻ സാറിനെ കാണാൻ പറ്റില്ല. ശ്രുതി, അത് വേണോ? വേണം ചേച്ചി, എനിക്ക് അദ്ദേഹത്തിന് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പുറപ്പെടുവാട്ടോ. അങ്ങനെ ശ്രുതി പുറപ്പെടുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കാൻ, അശ്വിൻ സാറിനെ ഞാനും ഷ്യാമും തമ്മിലുള്ള ബന്ധത്തിൽ ഭയങ്കര സംശയമുണ്ട്. ആ സംശയം ഇന്ന് മാറ്റിക്കൊടുത്തേ പറ്റൂ. അതിന് ആകെ ഒരു വഴിയുള്ളൂ, ഷ്യാമിനെയും വിളിക്കുക. ഷ്യാമിനെ വിളിച്ചുകൊണ്ട് നേരെ പോകുക. അങ്ങനെ അശ്വിൻ സാറിന് മുമ്പിൽ ഷ്യാമിനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഷ്യാമിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്.
ഷ്യാമേ നിങ്ങളിത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വരണം, 10 മിനിറ്റിനുള്ളിൽ വരണം എന്ന് പറയാണ്. ശരി ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നാ തന്നെ നീ അവിടെ പോയി നിക്കടി എന്ന രീതിയിൽ ശ്യാം ഫോൺ കട്ട് ചെയ്യാട്ടോ. നേരെ ശ്രുതി എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ട്. അശ്വിനെ കാണുന്നുണ്ട്. അശ്വിനോട് പറഞ്ഞിട്ട് എനിക്ക് 10 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയാണ്. ശ്രുതി വരുമ്പോ അശ്വിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പക്ഷെ അശ്വിൻ ആ സന്തോഷം പുറത്തൊന്നും കാണിക്കുന്നില്ല. നീ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോ സാർ എനിക്ക് സത്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് സാർ, ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിയാ, ശ്യാമും ഞാനും തമ്മിലെ വിവാഹമൊക്കെ ഉറപ്പിച്ചാണ്, പക്ഷെ അതിന്റെ പുറകിലുള്ള സംഭവങ്ങൾ സാർ അറിയണം. അതിനു വേണ്ടി സാർ ഒരു 10 മിനിറ്റ് എനിക്ക് തരണം. ശരി ഞാൻ 10 മിനിറ്റ് തരാം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി നോക്കുമ്പോഴേക്കും ശ്യാമിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ശ്യാം വരുന്നില്ല കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ശ്രുതി അങ്ങനെ പോവല് സർ പോവലെന്ന് പറയുമ്പോൾ എയർപോർട്ടില് ആ ഒരു സെക്യൂരിറ്റി ഒക്കെ ശ്രുതിനെ പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ മാറി നിർക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ മാറ്റി നിർത്തുക കേട്ടോ. അങ്ങനെ അശ്വിൻ അകത്ത് കയറി എയർപോർട്ടിലെ അതിന്റെ ഫ്ലൈറ്റിലേക്ക് കയറണ തൊട്ട് മുമ്പ് അശ്വിനെ തോന്നുവാണ്, ഇല്ല എനിക്കൊരിക്കലും ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല, അവളുടെ സൗണ്ട് കേൾക്കാതെ അവളുടെ മുഖം കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഇല്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ തിരിയണ സമയത്താണ് ഗുണ്ടകൾ വന്നിട്ട് അശ്വിനെ തട്ടിക്കൊണ്ട് പോണേ കേട്ടോ. അപ്പൊ ശ്രുതി വിചാരിക്കണ എന്താണ്, അശ്വിൻ എന്തോ ഫ്ലൈറ്റ് കയറി ലണ്ടനിലേക്ക് പോയെന്നാണ്. പക്ഷെ ഗുണ്ടകളാണ് അശ്വിനെ തട്ടിക്കൊണ്ട് പോണത്. അങ്ങനെ ഇത് ഹിന്ദിയിൽ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രുതി കഷ്ടപ്പെട്ട് അശ്വിനെ കണ്ടുപിടിക്കണാണ് ഹിന്ദിയില്. അപ്പൊ എനിക്ക് ഇവിടെ തോന്നുന്നു ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചി ഇങ്ങനെ അശ്വിൻ ലണ്ടനിലേക്ക് പോണ വഴിക്കാണ് സച്ചി വരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നമ്മുടെ അശ്വിനെ രക്ഷിക്കുന്നത് സച്ചി തന്നെയായിരിക്കും. അല്ലെങ്കിലും ഹിന്ദിയിൽ ആ ഒരു സീൻ കൊണ്ടുവന്ന അത്ര ശരിയാവുമെന്ന് തോന്നണില്ല. അതുകൊണ്ടായിരിക്കും അവർ സച്ചിനെ കൊണ്ടുവന്നത്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സീരിയൽ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പുതുമയിൽ എടുക്കണ്ടേ. അപ്പൊ എന്തായാലും സച്ചി തന്നെയായിരിക്കും നമ്മുടെ അശ്വിനെ രക്ഷിക്കുന്നുണ്ടാവും. എന്തായാലും അവർ രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. പരിചയപ്പെടുന്ന സമയത്ത് രണ്ടുപേരും കാറ് ഇങ്ങനെ മാറ്റി കാർ ആദ്യം നിങ്ങൾ മാറ്റി കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നിങ്ങളല്ലേ റോങ് സൈഡ് വന്നത്, കാറേ റോങ് സൈഡ് വന്ന് നിങ്ങൾ വേണം കാറ് മാറ്റാനായിട്ട്, ഒന്ന് മാറ്റണോ കാറ് എന്ന് അശ്വിൻ പറയുമ്പോ മാറ്റാൻ സൗകര്യമില്ല, സാറ് അത്ര വലിയ ആണെങ്കിൽ സാറ് കാറിനോട് മാറാനായിട്ട് കാറ് മാറുമെങ്കിൽ മാറട്ടെ എന്നൊക്കെ പറയാണ്. അശ്വിനാണെങ്കിൽ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോ ദേഷ്യം വരും കേട്ടോ. കാരണം ഏകദേശം ശ്രുതിയുടെ സംസാരിക്കുന്ന പോലെ തന്നെയാണല്ലോ സച്ചി സംസാരിക്കണത്. അതായത് എടുത്താ പൊട്ടും ആ രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കണത്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുടെ സംസാരം ഒരുപോലെ ആയതുകൊണ്ട് അശ്വിന് ഭയങ്കര ഇറിറ്റേറ്റ് ആവാണ്. അപ്പൊ എല്ലാത്തിനും തറുതല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവിടെ നമ്മുടെ എനിക്കും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിന് ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. കാരണം സച്ചിക്ക് എല്ലാരും രക്ഷിക്കുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണല്ലോ. മാത്രമല്ല സച്ചിയും നമ്മുടെ അശ്വിനും കൂടി ഒന്നിക്കുന്ന പ്രൊമോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എപ്പിസോഡായിരിക്കും. ഒരു കണക്കിന് സച്ചി വരുന്ന ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഒരാഴ്ച നീണ്ടു നിൽക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നല്ല രസമല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ തന്നെയാണ് ചെമ്പനീർ പൂവ്. അപ്പൊ അതില് സച്ചിയും നമ്മുടെ ഈ അശ്വിനും തമ്മിൽ ഒന്നിക്കുന്ന ഭാഗം വളരെ സൂപ്പർ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്തുതി അശ്വിനെ രക്ഷിക്കണമെന്നാണോ അത് നമ്മുടെ സച്ചി രക്ഷിക്കണമെന്നാണോ? സച്ചി രക്ഷിച്ചാലും അതിൽ ശ്രുതിയുടെ കൈപ്പാട് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് അശ്വിനെ രക്ഷിക്കുന്നത് സച്ചി ആവാനാണ് താല്പര്യം. കാരണം ഹിന്ദിയിൽ അതുപോലെ എടുക്കാതെ ചെറിയൊരു മാറ്റം വരുത്തിയാലല്ലോ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇത് ഹിന്ദിയിൽ അതുപോലെ പോകുമ്പോൾ നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഇതേപോലെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി പുതുമ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ നടക്കാൻ പോണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അത് കാണാനൊരു ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പൊ ഹിന്ദിയിലെ പോലെ പോകുമ്പോൾ അടുത്തത് അതാണ്, അടുത്ത ഡയലോഗ് ഇതാണ് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരിയൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. കാരണം വേറൊന്നല്ല, ആൾക്കാർ കാണുന്നത് പൊതുവെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സീരിയൽ റിവ്യൂ ഇടുന്ന ആൾക്കാർ ഇപ്പൊ കുറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം റിവ്യൂ ആണെങ്കിലും സീരിയലിലെ റേറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒരുപോലെ പോകത്തുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.